ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പെങ്ങള്, സാമ്പത്തികമായി തകർന്നു പോയ പെങ്ങള്, രക്ഷപ്പെടാനുള്ള വഴിയാ പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, 99 രോഗങ്ങൾക്കുള്ള മരുന്നാ, 99 രോഗങ്ങൾക്കുള്ള മരുന്നാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബിയുടെ ചരിത്രമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ആ മഹാനാണ് പറയുന്നത്, ഞാൻ പഠിച്ച ഉപദേശങ്ങൾ 4 എണ്ണമാണ്. ഈ 4000 പ്രവാചകന്മാരിൽ നിന്ന് ഞാൻ പഠിച്ച 4 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇൻകുന്ത ഫിസ്സലാത്തി ഫഹ്ഫിദ് ഖൽബക. നമസ്കരിക്കുന്ന സമയത്ത് നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒന്നാമത്തെ കാര്യം, നീ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണം, നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണം. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ മറുപടി എന്താ? രണ്ടാമത് കൊടുത്ത ഉപദേശം എന്താ? ഒന്നാമതായിട്ട് പറഞ്ഞു, ഇബാദത്ത് ചെയ്യുന്ന സമയം നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? 10:30ആയി. നിർത്താറായോ? 10:30ആയി. പറ ചങ്ങാതിമാരെ, നിർത്താറായോ? കറക്റ്റ് 1.5 മണിക്കൂറായി. ടൈം ടു ടൈം 10:29ആയി. 9 മണിക്കാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ കറക്റ്റ് 1.5 മണിക്കൂറായി. ചവിട്ടണോ? ചവിട്ടണോ? എന്നാ ഇത്തിരി കൂടെ പോണോ? 4 എണ്ണമുണ്ട്, 4 കാര്യങ്ങളുണ്ട്. ആ 4 എണ്ണത്തിൽ 2 എണ്ണം ഇന്ന് പറയാൻ, 2 എണ്ണം നാളെ പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് വലിയ ദൂരം ഉണ്ടോ? അപ്പൊ നാളത്തെ ദൂരം ഉണ്ടോ? അപ്പൊ മൊബൈലിൽ കൂടെ കണ്ടാൽ മതി ഇൻഷാ അല്ലാഹ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. നാളെ മൊബൈൽ എന്താ സ്ഥലത്തിന്റെ പേര്? ഗുണ്ടുകല്ല്, ഉണ്ടക്കല്ലെന്ന് പറയണ പോലെ. അൽഹംദുലില്ലാ, എന്തിലാവട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ. ഒന്നാമതായി അവിടെന്ന് പറയുന്നു, നീ നിന്റെ ഹൃദയത്തിനെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ സൂക്ഷിക്കണം. രണ്ടാമത് പറയുകയാണ്, വഇൻ കുന്ത ഫി തആമി ഫഹ്ഫിദ് ഖൽഖക. രണ്ടാമത് പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാ പറയുന്നത്. 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലുഖ്മാനുൽ ഹകീം തങ്ങളാണ് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് പഠിച്ച രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ, ഭക്ഷണം കഴിക്കുമ്പോ കേൾക്കടാ ചെറുപ്പക്കാരാ, കേൾക്കു പെങ്ങള്, ഭക്ഷണം കഴിക്കുമ്പോ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിനെ നീ സൂക്ഷിക്കട്, നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കട് എന്ന് പറഞ്ഞ, പച്ച മലയാളത്തിൽ പറഞ്ഞ, ഹറാമായ ഭക്ഷണമേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് നീ സൂക്ഷിക്കണേ മനുഷ്യ. ഹറാമ് തിന്നല്ലേ, ഹറാമ് തിന്നല്ലേ, ഹറാമ് കുടിക്കല്ലേ, ഹറാമായ ഭക്ഷണം നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ, ആരാ എന്ന് സൂക്ഷിക്കുന്നത്? ആരാണ് പടച്ചവനെ എന്ന് സൂക്ഷിക്കുന്നത്? ഹറാം കഴിക്കുന്നവരാണല്ലോ. ആരാ ഹറാമും ഹലാലും എന്ന് തിരിഞ്ഞു നോക്കുന്നത്? ഭക്ഷണം കഴിക്കുന്ന സമയം ഈ തൊണ്ടയുടെ താഴേക്ക് ഇറക്കുന്ന ഭക്ഷണം നീ സൂക്ഷിക്കണം. ഹലാലാണോ ഹറാമാണോ? ഹലാല് തിന്നാ രക്ഷപ്പെടും, ഹറാമ് തിന്നാ പരാജയപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം ഹലാലും ഹറാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാ, നമ്മളല്ല, വേറെ ആൾക്കാർ. ഇപ്പൊ ഹലാലും ഹറാമും, എന്റെ പൊന്നാരെ ചങ്ങാതിമാരെ, ഞാൻ പറയുന്നു, നിങ്ങളിൽ പലരും പലിശയുടെ ചോറ് തിന്നാത്തവരെ ഞാൻ പറയും.
നമ്മളിൽ അധികം പേരും പലിശ തിന്നാത്തവരാ. പക്ഷെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചിക്കൻ ചുട്ടത്, പൊരിച്ചത്, വറുത്തത്, കരിച്ചത്, മന്തി ഇല്ലേ എന്ന ഈ ചിക്കൻ ഹലാലാണോ, എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കണം എത്ര പേരുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹാജിയാര്, കടിച്ചു വലിക്കുക കടയിൽ പോയിരുന്നിട്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരും എടാ ചങ്ങാതി ഹറാമായ ഭക്ഷണം കഴിച്ച അവന്റെ ദുആ സ്വീകരിക്കുമോ അല്ലാഹ്? പറ. എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ? എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെന്തെങ്കിലും ഉണ്ടായിരിക്കണേ. ഹറാമായ ഭക്ഷണം ബിസ്മി പറയാതെ അറുത്ത തിന്നാൻ പാടുണ്ടോ? തിന്നാൻ പാടുണ്ടോ? അത് പൊട്ടന്മാർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവരെ പറയണം, അത് വേറെ വിഷയം. അപ്പൊ ഹറാമു ഹലാമുൽ വർഗീയതയുമായി ബന്ധപ്പെടുത്തുന്നു. പക്ഷേ വലിയ പെരുന്നാളിന് ഒളുഹിയ അറക്കും ഇല്ലേ? വലിയ പെരുന്നാളിന് ഒളുഹിയ അറക്കത്തില്ലേ? ഇവിടെ അറക്കുവോ? അറക്കും. ആ അറക്കണ സമയത്ത് പള്ളിയിലെ മോദി സാഹിബ് ബിസ്മി പറയാതെ അറുത്ത തിന്നാവോ? ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ? എന്ത് ചെയ്യണം അതിനെ? പോത്തല്ലേ, അറുത്തില്ലേ, ഇനിയിപ്പോ കളയാൻ പറ്റുമോ? തിന്നേക്കാ ഇല്ലേ? അള്ളാഹിന് വേണ്ടി അറുത്ത മൃഗമല്ലേ? വലിയ പെരുന്നാളിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അറക്കാൻ പോയതുപോലെ അതിന് പകരം അറക്കണതല്ലേ? അപ്പൊ അള്ളാഹുവിന് വേണ്ടി അറുത്തതാണ്. പക്ഷെ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ തമ്പുരാനെ എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യന്മാരെ, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എടാ ഇവിടെ പള്ളിയിൽ ഇട്ടൊരു പോത്തിനെ അറക്കാല്ലേ ഇവിടെ ഇല്ലേ? മറ്റേനല്ലേ പറ്റാത്തത്? ആ പോട്ടെ. വലിയ പെരുന്നാളിൻ്റെ അന്ന് ഈ പള്ളിപ്പറമ്പിലിട്ടൊരു പോത്തിനെ അറുത്തു. പക്ഷെ അറുത്ത മനുഷ്യൻ എന്ത് ചെയ്തില്ല? ബിസ്മി പറഞ്ഞില്ല. എന്ത് ചെയ്യണം അതിനെ? എന്ത് ചെയ്യണം? മസല പറ. എന്ത് ചെയ്യണം മനുഷ്യ? നിങ്ങൾ പറ, എന്ത് ചെയ്യണമെന്ന് പറ. ഞാൻ പറഞ്ഞാലേ വാത് പറയത്തുള്ളൂ. വല്ല കബറും കുഴിയിലിട്ട് മൂടണം. എന്ത് ചെയ്യണം? കൊണ്ട് കുഴിച്ചിടണം. ഒരൊറ്റ ഇൻസാന് കൊടുക്കാൻ പാടില്ല. ഇതാ പണ്ഡിതന്മാരിയ്ക്കണം, ചോദിച്ചു നോക്ക്. മസല ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക്. എന്ത് ചെയ്യണം? ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അള്ളാഹുടെ പേര് പറഞ്ഞത് അർത്ഥത്തില്ല, കുഴിച്ചിടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ